അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 33-ാം പേജിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു പ്രവർത്തനമാണിത്. ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്കതൊന്ന് പരിശീലനത്തിലൊരു മോഡൽ ഞാൻ ഗ്രൂപ്പിലേക്ക് വിടുന്നുണ്ട്. എൻ്റെ കൂടെ അതിനൊന്ന് വിശദീകരിച്ച് തരാണ്. അതായത് ഇതിൽ ഒരു ബ്ലോഗറുടെയും അവിടുത്തെ ഗോത്രവർഗത്തലവൻ്റെയും ഇടയിലുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ എഴുതുന്നത്. അതിനുപയോഗിക്കാൻ വേണ്ടി അവിടെ കുറച്ച് പോയിൻറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സുക്കാനുൽ ബാദിയ, ആ മരുപ്രദേശം അല്ലെങ്കിൽ ആദിവാസി ഏരിയ എന്നൊക്കെ പറയാം, അവിടുത്തെ താമസക്കാർ. ബാദിയത്തെ പട്ടണത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഏരിയക്കൊക്കെ ഉപയോഗിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോത്രവർഗ്ഗക്കാരാണ് വരിക. അറബികളിലെ അറാബികൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾ, പദവികൾ. അപ്പോൾ അങ്ങനെ സംസ്കാരങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഏരിയയിലുള്ള ആൾ എന്നുള്ള രൂപത്തിൽ ഏതായാലും പട്ടണത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ആളുകൾ, ഗ്രാമവാസികൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഒപ്പിക്കാം. അപ്പോൾ അവരുടെ താമസക്കാർ, അവിടുത്തെ താമസക്കാർ, അവരെ ജോലി, കൃഷി, ദിറാസത്തുൽ അത്ഫാൽ, വിദ്യാർത്ഥികളുടെ പഠനം, മഈഷത്തു അഹ്ലുൽ ബാദിയ, ആ അഹ്ലുൽ ബാദിയക്കാരുടെ ജീവിതം, വരുമാനം മാർഗം അല്ലെങ്കിൽ ജീവിതം, തൊഖ്സുൽ ബാദിയ, അവരുടെ ആചാരങ്ങൾ, മവാരിദുൽ മിയാഹ്, അവരുടെ ജലസ്രോതസ്സുകൾ, ഇത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് സംഭാഷണം നടത്തേണ്ടത്. അപ്പോൾ ആ സംഭാഷണത്തിനൊരു മോഡൽ തയ്യാറാക്കിയതാണ് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരുന്നത്. മുദവ്വിൻ കാണണം. ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്വബാഹൽ ഖൈർ യാ റഈസൽ ബാദിയ, ഗോത്രത്തലവ, സ്വബാഹൽ ഖൈർ. അന മുദവ്വിൻ ഇസ്മി ഷക്കീൽ, ഞാനെന്താണ്, ഒരു ബ്ലോഗറാണ്. എൻ്റെ പേര് ഷക്കീൽ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. അസൂറുൽ മനാത്തിക്കൽ മുഖ്തലിഫ ലി അഅദാദി തഖാരീരി അൻഹ, ഞാൻ വിവിധ പ്രദേശങ്ങൾ, മേഖലകൾ സന്ദർശിക്കുന്നു. അതിനെക്കുറിച്ച് യാത്രാവിവരണങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ വിവിധ പ്രദേശങ്ങൾ, യാത്രാവിവരണങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി വിവിധ പ്രദേശങ്ങൾ ഞാൻ സന്ദർശിക്കുന്നുണ്ട്. റഈസുൽ ബാദിയ സബാഹൻ നൂർ, തിരിച്ച് പറയുമ്പോൾ സബാഹൽ ഖൈർ പറയുമ്പോൾ തിരിച്ച് പറയുന്നത് സബാഹൻ നൂർ. അഹ്ലം വസഹ്ലം ബിക ഫീ ഖറിയത്തിന, ഞങ്ങളുടെ നാട്ടിലേക്ക്, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മുദവ്വിൻ ഉരീദു അൻ അതഅറഫ അലാ മഈശത്തി സുക്കാനിൽ ബാദിയ, ഈ ഗ്രാമവാസികളുടെ ജീവിത രീതികളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിത വരുമാനത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. വ അർജു തഫാസീൽ അൻഹ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അത് വിശദ വിവരങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. റഈസുൽ ബാദിയ സുക്കാനുൽ ബാദിയത്തി യഅ്തമിദൂന അല സിറാഅ, ഇവിടുത്തെ താമസക്കാർ, അതായത് ഈ ഗോത്രവർഗ്ഗക്കാർ കാര്യമായിട്ടും കൃഷിയെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ മുദവ്വിൻ അടുത്ത ചോദ്യം, തക്കല്ലം അൻ ദിറാസത്തിൽ അത്ഫാലി ഫിൽ ബാദിയ, അതിൻ്റെ പോയിൻറ്റ്സുകൾ വെച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാദിയയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കൂ. അപ്പോൾ അതിന് മറുപടി റഈസുൽ ബാദിയ പറയാണ്, നഹ്തമു ബി തഅലീമിൽ അത്ഫാലി ഹസ്ബൽ മുസ്തത, ഞങ്ങളുടെ കഴിവിനനുസരിച്ച് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ പരിഗണിക്കുന്നു. നഹ്തമു, ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. ഹസ്ബൽ മുസ്തത, കഴിയുന്നത്ര, സാധിക്കുന്നത്ര. അടുത്ത ചോദ്യം, കൈഫ തൊഖ്സുൽ ബാദിയ, എന്തൊക്കെയാണ് ആചാരങ്ങൾ? അതല്ല, തൊഖ്സ് ആചാരമല്ല, ഇവിടുത്തെ കാലാവസ്ഥ പറഞ്ഞാണ്. കാലാവസ്ഥ, കൈഫ തൊഖ്സുൽ ബാദിയ, ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? അപ്പോൾ മറുപടി പറഞ്ഞു, അത്തൊഖ്സു ഹുന ഹാറുൻ ഫിസ് സൈഫി, ഇവിടുത്തെ കാലാവസ്ഥ ഉഷ്ണകാലത്ത് ചൂടും, വബാരിദും ഫിഷിത്ത, ശൈത്യകാലത്ത് തണുപ്പുമാണ്. അൽ മുദവ്വിൻ മാഹിയ മവാരിദുൽ മിയാഹിൽ ഫിൽ ബാദിയ, ബാദിയത്തിലെ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? അപ്പോൾ റഈസുൽ ബാദിയ പറഞ്ഞു, അഹമ്മുഹ അൽ ആബാർ, പ്രധാനമായിട്ടും കിണറുകളാണ്. ബിഇറിൻ്റെ എമ്മാണ് ആബാർ. അൽ മുദവ്വിൻ ശുക്രൻ ലക അല ഹാദൽ ഹിവാരിൽ മുഫീദ്, ഈ ഉപകാരപ്രദമായ ഹിവാറിന് നിങ്ങൾക്ക് നന്ദി, സംഭാഷണത്തിന് തയ്യാറായതിന് നന്ദി. അഫുവൻ, ഇത് ശുക്രൻ പറയുമ്പോൾ അഫുവൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഏകദേശം ഒരു ആശയം മനസ്സിലാക്കുകയും അതിൽ ഉപയോഗിക്കുന്ന പുതിയ പദങ്ങളൊക്കെ പഠിക്കുകയും ചെയ്താൽ നമുക്ക് വളരെ സുന്ദരമായിട്ട് എഴുതാം. ഇന്നലെ ഇപ്പോൾ നമ്മൾ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിപ്പിച്ചതായിരുന്നു
അത് വെച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. ആ ഒരു പ്രദേശത്തിനെ കുറിച്ച് ഒരു വ്ളോഗ് ചെയ്യാൻ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.